അബൂ നഈം അടക്കമുള്ള ആളുകൾ കിതാബുൽ മലാഹിം മൽഹമത്ത് അന്ത്യനാളിനോട് മുമ്പ് നടക്കാൻ പോകുന്ന മഹായുദ്ധങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ആ സാഹചര്യങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫസാദുശ്ശാമി ഫസാദുദ്ദുന്യാ, സിറിയയിൽ പ്രശ്നമുണ്ടാകുന്നത്. ഫസാദുശ്ശാം, ഷാമിന്റെ പ്രദേശങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ലോകത്തിന്റെ അസമാധാനത്തിന് കാരണമാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബശാറുൽ അസദിന്റെയോ അവന്റെ കൂട്ടാളികളുടെയോ ഭരണം മൂലമോ അല്ലാതെയോ സിറിയയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹുവിന്റെ വരവിന് ആക്കം കൂട്ടുന്ന സംഗതികളാണ്. ഫലസ്തീനിൽ നടക്കുന്ന പ്രശ്നം അതാണ്. ലിബിയയിലും ഇറാഖിലും ഈജിപ്തിലും നടക്കുന്ന പ്രശ്നങ്ങൾ, ഈ പൊളിറ്റിക്കൽ അൺറസ്റ്റ് ഈ കാലഘട്ടങ്ങളിലാണ് ഇമാമുന മഹദിയെ മുസ്ലിം ലോകം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. യംലഉൽ അർള ഖിസ്തൻ വഅദ്ലാ കമാ മുലിഅത് ദുൽമൻ വജൗറാ. മുസ്ലിമീങ്ങൾക്കെതിരെ അക്രമവും മുസ്ലിമീങ്ങൾക്കെതിരെ കൊടും ക്രൂരതയും അനീതിയും നടക്കുന്ന കാലത്താണ് മഹദി ഇമാം പുറപ്പെടുകയെന്ന് മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി. ഹബീബായ നബിയുടെ വാക്കുകൾ ഓരോന്നോരോന്നായി പുലർന്നു കഴിഞ്ഞ് നമ്മൾ കണ്ടില്ലേ? പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ പുലർന്നു നമ്മൾ കണ്ടില്ലേ? ഇനി പുലരാനുള്ള കാണാൻ പോകുന്ന കഥകൾ, കാണാൻ പോകുന്ന സംഭവങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കുകയാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹുദ് ദജ്ജാൽ അവിടെയുണ്ട്, അവൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിറിയയിലെ പള്ളികളിൽ ബാരിക്കേഡ് വെച്ചിട്ടുണ്ടാകുമെന്നാണ്. പള്ളികളൊക്കെ സീൽ ചെയ്തിട്ടുണ്ടാവും, പൊതുജനങ്ങൾ കടക്കാൻ പറ്റുന്ന രീതിയിൽ. മഹദി ഇമാമും ഏതാനും മുഅ്മിനീങ്ങളും സുബ്ഹി നിസ്കാരത്തിന് കാത്തു നിൽക്കുമ്പോൾ മാലാഖമാരുടെ തോളിൽ കൈവച്ചുകൊണ്ടിറങ്ങി വരുന്ന ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം നബി ഇറങ്ങി വരാൻ. മഹദി ഇമാം പറയും, ഈസ നബിയെ നിങ്ങൾ ഇമാം നിൽക്കുക, തഖദ്ദം, നിങ്ങൾ ഇമാം നിൽക്കുക. ഇമാമുക്കും മിൻകും, നിങ്ങളുടെ ഇമാം നിങ്ങളിൽ നിന്നുള്ള ഒരാളാവട്ടെ, ഞാൻ നിൽക്കില്ല, നിങ്ങളിൽ ഒരാൾ. ഫയതഖദ്ദമുൽ മഹ്ദിയു, അന്നേരം മഹദി ഇമാം മെഹ്റാബിലേക്ക് നിൽക്കുകയും ഈസാ നബി മഅ്മൂമായി ആദ്യത്തെ ഭൂമിയിലെ സുബ്ഹി ഈസാ നബി അലൈഹിസ്സലാം ഈ ഉമ്മത്തിന്റെ കൂടെ നിസ്കരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയാണ് ഈസാ നബി അലൈഹിസ്സലാം മസീഹുദ് ദജ്ജാലിനെ തേടി പുറപ്പെടുന്നത്. ഫയറാഹുൽ മസീഹുദ് ദജ്ജാൽ, മസീഹുദ് ദജ്ജാൽ ഈസാ നബിയെ കാണും. ഫയദൂബു കമാ യദൂബുൽ മിൽഹു ഫിൽ മാ, ഈസാ നബിയെ കാണുമ്പോഴേക്കും ഉപ്പ് വെള്ളത്തിൽ അലിയുന്ന പോലെ മസീഹുദ് ദജ്ജാൽ വിറച്ചലിഞ്ഞുകൊണ്ടിരിക്കും. ഫയസ്ബഉഹു, ഈസാ നബി അവനെ പിടിക്കാൻ വേണ്ടി പിന്നാലെ കൂടുകയും ഫയഖ്തുലുഹു ബിബാബി ലുദ്ദിൻ, ലുദ്ദിന്റെ കവാടത്തിൽ വെച്ച്, ഇന്നത്തെ ഇസ്രായേലിലെ ലുദ് എന്ന പട്ടണത്തിന്റെ ഗേറ്റിൽ വെച്ച്, ബോർഡറിൽ വെച്ച് മസീഹുദ് ദജ്ജാലിനെ ഈസാ നബി അലൈഹിസ്സലാം പിടികൂടുമെന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കൃത്യമായി പറഞ്ഞു തന്നിരിക്കുക. എന്നിട്ട് ഈസാ നബി ജീവിക്കും ഇവിടെ ഒരു 40 വർഷം കൂടെ. മരിക്കുന്നത് 73-ാമത്തെ വയസ്സിലായിരിക്കും. ആ കാലഘട്ടത്തിനിടയിൽ ഈസാ നബി അലൈഹിസ്സലാം കുരിശുകളെ തകർക്കുകയും വയഖ്തുലുൽ ഖിൻസീറ, പന്നികളെ വധിക്കുകയും. ഈസാ നബിയെ ദൈവമാണെന്ന് പറഞ്ഞവരോട് ഞാൻ ദൈവമോ ദൈവപുത്രനോ അല്ലെന്നും ഞാൻ അല്ലാഹുവിന്റെ തിരുദൂതൻ മാത്രമായിരുന്നുവെന്നും അവരെ തിരിച്ചു അറിയിക്കുകയും അവരെ ദീനിലേക്ക്, ഇസ്ലാമിലേക്ക് മടക്കിക്കൊണ്ടുവരികയും ചെയ്യും. വഇൻ മിൻ അഹ്ലിൽ കിതാബി ഇല്ലാ ലയുഅ്മിനന്ന ബിഹി ഖബ്ല മൗതി, ഈസാ നബി വഫാത്താകുന്നതിന്റെ മുമ്പ് സർവ്വ കിതാബിന്റെ ആളുകളും ക്രിസ്ത്യാനികളും ജൂതന്മാരും അല്ലാഹുവിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. പരിശുദ്ധ ഖുർആൻ. എന്താ ഇന്നും ക്രിസ്ത്യാനികൾ ഈസാ നബി വരുന്നവരെ, ഈസാ നബി വന്നാൽ അവർ വഫാത്താകുന്നതിന്റെ മുമ്പ് ഖബ്ല മൗതിഹി, ഈസാ നബി മൗത്തായിട്ടില്ല. ഈസാ നബി വഫാത്താകുന്നതിന്റെ മുമ്പ് എല്ലാ വേദം നൽകപ്പെട്ടവരും ക്രിസ്ത്യാനികളും ജൂതന്മാരും അടക്കമുള്ളവർ അല്ലാഹുവിന്റെ സത്യമായ ദീൻ ഇസ്ലാം ശരിയാണെന്നവർക്ക് ബോധിക്കുക തന്നെ ചെയ്യും.
അതിന് വരുന്ന മഹാനായ ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാം. കല്യാണം കഴിക്കും, മക്കള് ജനിക്കും. പരിശുദ്ധമായ റൗദാ ഷരീഫിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റൗളയുടെ അരികത്ത് തന്നെ അവർക്ക് ഖബർ കുഴിക്കപ്പെടുമെന്നും പരിശുദ്ധ ഹദീസുകളിൽ കാണാൻ കഴിയും. എന്തായിരിക്കും അവസ്ഥ അല്ലേ? ഈസാ നബി വന്ന ആദ്യത്തെ 2 ദിവസമൊക്കെ പത്രങ്ങൾ അങ്ങനെ എഴുതും, ന്യൂസിലൊക്കെ അങ്ങനെ കാണും. പിന്നെ നമുക്കൊരു സാധാരണ സംഭവം അങ്ങനെ ഉണ്ടാവുക. മസീഹ് ദജ്ജാൽ വന്നോ, പടച്ചോനെ വന്നോ, വന്നു എന്നതായിക്കഴിഞ്ഞ് ആദ്യത്തെ കുറച്ച് ദിവസം സർവ്വസ്ഥന്മാരും വേളം അതന്നെ ആക്കാറ് എല്ലാ മെമ്പറിലും മസീഹ് ദജ്ജാൽ. പിന്നെ നമ്മള് അപ്പൊ അയാളിവിടെ ഉണ്ടല്ലോ, പിന്നെ അശ്രദ്ധയിലായി പോകുന്ന